ഈ സ്ത്രീകൾക്കൊരു പ്രത്യേകത ഉള്ള എന്താ വെച്ചാല്, പുരുഷന്മാര് ഷോർട്ട് സൈറ്റും സ്ത്രീകൾ ലോങ് സൈറ്റുമാണ്. ശ്രദ്ധിക്കണേ ഞാൻ ഈ പറയണത്. ആണുങ്ങള് ഭംഗി കൂടുതലുണ്ടാകുക അടുത്തുനിന്ന് കാണുമ്പോഴാണ്. പെണ്ണുങ്ങൾ ഭംഗി കൂടുതലുള്ളത് ദൂരത്തുനിന്ന് കാണുമ്പോഴാണ്. ജ്വല്ലറിയുടെ പരസ്യമുള്ള പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ബോർഡ് ദൂരത്തേക്കാരം വെച്ചിരിക്കുന്നത്, അടുത്ത് വെക്കൂല. സ്ത്രീകളുടെ ഭംഗി ദൂരത്ത് നിന്ന് കാണുമ്പോഴും പുരുഷന്മാരുടെ ഭംഗി അടുത്തുനിന്ന് കാണുമ്പോഴാണ്. ഒരു തമാശ പറയാറുണ്ട്, അവനാന്റെ ഭാര്യ എത്ര ചൊറുക്കുണ്ട് എന്ന് അറിയണമെങ്കിൽ ഓള് അലക്കി തോരടണ സമയത്ത് അടുത്ത പെരന്റെ വാർപ്പിന്റെ മേലെ കയറിയിട്ട് ഇങ്ങോട്ട് നോക്കിയാ മതി. അവനാന്റെ ഭാര്യ എത്ര ഭംഗിയുണ്ട് എന്ന് അറിയാന് തിരുമ്പിയിട്ട് തോരടുമ്പോ അടുത്ത പെരന്റെ വാർപ്പിന്റെ മേലെ കയറുക, അവിടെ കയറിയിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ കിട്ടും എത്ര ചുരുക്കുണ്ട്. തമാശയാണെങ്കിലും അതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ത്രീകൾ എന്ന് പറയുന്നത് ലോങ് സൈറ്റ് ആണ്, ദൂരത്തുനിന്ന് കാണുമ്പോഴാണ് ഭംഗി. പുരുഷൻ അടുത്ത് നിന്ന് കാണുമ്പോഴാണ് ഭംഗി. എന്തേ പറയാൻ കാരണം, അതുകൊണ്ട് സ്ത്രീകൾ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് മേക്കപ്പ് ചെയ്യണം. അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് മേക്കപ്പ് ചെയ്യണം. അപ്പൊ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ മേക്കപ്പ് ചെയ്യേണ്ടത് ബെഡ്റൂമിലേക്ക് വരുമ്പോഴാണ്, അല്ലാതെ മരിച്ചോടത്തേക്ക് പോകുമ്പോഴല്ല എന്നർത്ഥം. നന്നായിട്ട് ഒരുങ്ങും മരിച്ചോടത്തേക്ക് പോകുമ്പോ, മയ്യത്തിന് കാണാൻ വേണ്ടിയിട്ട്. ആ മാക്സി ഒന്നും ആ നൈറ്റ് ഒന്നും മാറ്റും കൂടില്ല പുതിയാപ്പളിന്റെ അടുത്തേക്ക് വരുമ്പോ. സ്ത്രീകൾ അടുത്തേക്ക് വരുമ്പോൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഭംഗി കുറയും. ദൂരത്തുനിന്നായാല് എവിടെങ്കിലും ദൂരത്ത് ഒരു മഞ്ഞ ചുരിദാറ് തിരുമ്പി തോരട്ടത് കണ്ടാൽ ആണുങ്ങൾ ഇങ്ങനെ നിന്ന് നോക്കും. ആള് വേണ്ട, ചുരിദാറുണ്ടായാൽ മതി, എന്നാലും നോക്കും. കാരണം സ്ത്രീകൾ ലോങ് സൈറ്റ് ആണ്, ദൂരത്തുനിന്ന് കാണുമ്പോൾ ഭംഗി കൂടുതലാ. അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവർ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ബെഡ്റൂമിലേക്ക് നന്നായി ഒരുങ്ങാൻ തയ്യാറാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. അപ്പൊ ഞാൻ പറയണത്, മവദ്ദത്ത് എന്നത് പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾക്ക് കിട്ടാനുള്ളതും റഹ്മത്ത് എന്നത് സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാർക്ക് കിട്ടാനുള്ളതുമാണ്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ വാത്സല്യമാണ്. മവദ്ദത്ത് സ്നേഹം, റഹ്മത്ത് വാത്സല്യം. സ്നേഹം ആണുങ്ങളെടുത്തുനിന്ന് പെണ്ണുങ്ങൾക്ക് കിട്ടാനുള്ളത്, വാത്സല്യം പെണ്ണുങ്ങളെടുത്തുനിന്ന് ആണുങ്ങൾക്ക് കിട്ടാനുള്ളത്. സ്നേഹമാണ് അപ്പൊ ആണുങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്. എന്താണ് സ്നേഹം? വാത്സല്യാണ് പെണ്ണുങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്. എന്താണ് വാത്സല്യം? ഇത് രണ്ടും മനസ്സിലായാൽ കുടുംബജീവിതം പഠിഞ്ഞു. സ്നേഹം എന്ന് പറഞ്ഞാല് മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു ആകർഷണീയതയാണ്. ഒരാൾക്ക് ഒരു വസ്തുവിനോടോ ഒരു വ്യക്തിയോടോ തോന്നുന്ന സന്തോഷ നിർഭരമായ അവസ്ഥക്കാണ് സ്നേഹം എന്ന് പറയുന്നത്. ഒരാൾക്ക് ഒരു വ്യക്തിയോടോ ഒരു വസ്തുവിനോടോ തോന്നുന്ന സന്തോഷ നിർഭരമായ അവസ്ഥക്ക് സ്നേഹം എന്ന് പറയുന്നു. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക. ഞാനീ പറയണത് ആണുങ്ങളിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് അനുഭവിക്കാനുള്ളതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാർ അനുഭവിക്കാനുള്ളതിനെയാണ് വാത്സല്യം എന്ന് പറയുന്നത്. സ്നേഹം എന്നത് മനസ്സിൽ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഈ ഇരിക്കണ ആണുങ്ങളിൽ ആർക്കും അവനവന്റെ ഭാര്യമാരോട് സ്നേഹമില്ലാത്തവരാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഈ ഇരിക്കണ എല്ലാരും ഇരിക്കാത്തവരും പെണ്ണുങ്ങളോട് നല്ല സ്നേഹമുള്ളവരാണ്. പക്ഷെ നിങ്ങള് പെണ്ണുങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങക്ക് ഓരോട് സ്നേഹമുണ്ട് എന്ന് അറിയോ അറിയില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം.
നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് എത്ര പേർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് സ്നേഹമുണ്ട് എന്നറിയാം? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ സ്നേഹമുണ്ട് എന്ന് എങ്ങനെ അറിയാം? സ്നേഹമുണ്ട് എന്ന് അറിയാൻ ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു വഴിയില്ല. അത് പറയലാണ്. ഇപ്പൊ നിങ്ങളോട് എനിക്ക് ഭയങ്കര സ്നേഹമുണ്ട്, ഞാൻ പറയാതെ ഒരിക്കലും നിങ്ങൾ അറിയില്ല. സ്നേഹം പറയുകയല്ലാതെ വേറൊരു വഴിയും അതിലില്ല. ഇത് നല്ലോണം മനസ്സിലായിക്കോളി. നിങ്ങള് സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല, പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാതിലിന്റെ അടുത്തുകൂടെ ഒരാൾ നടന്നുപോയി. അത് കണ്ടപ്പോ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, പൊന്നാര നബിയേ, ആ പോകുന്ന ആളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നബിയേ. അയാളോട് എനിക്ക് ഭയങ്കര ഇഷ്ടാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീ ആ വിവരം അയാളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നീ ആ വിവരം അയാളോട് പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. എന്നാൽ നീ പോയി പറഞ്ഞതിന്റെ ശേഷം ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. പോയി പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നാ മതി എന്ന് പറഞ്ഞു. അയാൾ പോയി, തനിക്ക് ഇഷ്ടമുള്ള ആളെ കണ്ടു, എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു, സദസ്സിൽ വന്നിരുന്നു. സ്നേഹം പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. 25 കൊല്ലായിലെ പെണ്ണിട്ടിട്ട് ഇതിലിടക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം മറിയമോ എന്നോട് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെന്റെ ചോദ്യം. ആണുങ്ങളെ ആകെ പെണ്ണുങ്ങൾക്ക് ഒരു കാര്യം കിട്ടണ്ടുള്ളൂ, ഈ ഒരു വർത്താനം. അത് കിട്ടിയില്ലെങ്കിൽ എന്താ കുഴപ്പം? എനിക്ക് എന്നോട് ഇഷ്ടാണ് എന്ന് പറയാൻ തയ്യാറില്ലെങ്കിൽ മീൻകാരം പറയും, അപ്പോ അവന്റെ ഒപ്പം പോകും. പെയിന്റിങ്ങേരം പറയും, അപ്പോ അവന്റെ ഒപ്പം പോകും. അല്ലെങ്കിൽ മരപ്പണിക്ക് വരുന്ന ആള് പറയും, അപ്പോ അവന്റെ ഒപ്പം പോകും തന്നെ. കുടിക്കാരൻ പറയാൻ തയ്യാറുണ്ടെങ്കിലോ കുടിക്കാരന്റെ ഒപ്പം നിൽക്കും. വേണ്ട, സാലിം ഫൈസി പറഞ്ഞതിന്റെ പേരിലെങ്കിലും ഒന്ന് പോയിട്ട് പറയാൻ തയ്യാറുണ്ടോ? വയസ്സന്മാർക്കും പറയാം, കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും പറയാം. പെണ്ണെട്ടിയവർക്കൊക്കെ പറയാം, മരിക്കോളം പറയാം. 6 മാസം കൂടുമ്പോ ഒരൊട്ടം കൂടിയും പറയണം. 6 മാസം കൂടുമ്പോ ഒരൊട്ടം പറഞ്ഞാൽ മതി. ഇന്ന് നിങ്ങൾ അത് പറഞ്ഞിട്ട് നാളെ മുതൽ നിങ്ങളെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് ഫോൺ ചെയ്ത് വിവരം പറയും. അപ്പോഴെല്ലാം തീരുമാനാക്കി തരാലോ ഞാൻ ആ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞോണ്ടായി നിങ്ങൾ തന്നെ പറയണം. ഞാൻ പറഞ്ഞാൽ എന്നോട് ഇഷ്ടം ഉണ്ടാവുന്നേ ഉള്ളൂ, നിങ്ങൾ പറഞ്ഞാലേ നിങ്ങളോട് ഇഷ്ടം ഉണ്ടാവുള്ളൂ. പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിലിരുന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മനസ്സിൽ പറയുണ്ടാവും, എല്ലാം പറഞ്ഞു കൊടുക്കി, ശരി തന്നെയാണ് നിങ്ങളാ പറയണത്. നല്ലൊരു വർത്താനം ആണുങ്ങൾ എത്തുന്നില്ല എന്നുള്ളതിനെ വേറൊരു കുഴപ്പമില്ല. പെണ്ണുങ്ങൾക്ക് നിങ്ങളോട് ഒരു ദേഷ്യമില്ല, ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഒരു നല്ല വർത്താനം പറയില്ല എന്നുള്ളത് മാത്രം. വേറെ ബുദ്ധിമുട്ടില്ല. ഒരു തമാശ പറയലുണ്ട് പണ്ടൊരിക്കലേ, ഇല്ലാത്തതാണ് എന്നാലും ഒരു രസമുണ്ട്. ഒരിക്കൽ ഒരാള് ഭാര്യനോട് പറഞ്ഞത്രേ, ഇന്ന് ഞാൻ ഓഫീസിൽ പോണില്ല, ഞാൻ ഇവിടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തോളാം, ഇജ്ജ് സൂപ്പർ മാർക്കറ്റിക്ക് പോയിക്കോ എന്ന്. അങ്ങനെ രാവിലെ പെണ്ണുങ്ങള് എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി റെഡിയായി സൂപ്പർ മാർക്കറ്റിക്ക് പോയി. ഉച്ചന്റെ ശേഷം ഓളിങ്ങനെ വന്നപ്പോ പുതിയാപ്പിളങ്ങനെ ഒരു മുറത്തില് അരി ഇട്ടിട്ട് ആ മുറു അരി ഇങ്ങനെ കയ്യെ പിടിച്ചിട്ട് പെരേക്കൂടി ഇങ്ങനെ നടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താടി ഇജിങ്ങനെ നടക്കണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു തരേ, ഞാൻ ആ വടി തെരഞ്ഞെടുക്കാണ് എന്ന് പറഞ്ഞു. ഏത് വടി? ഇജിങ്ങനെ അരി ചേറുമ്പോ കൊട്ടണ ഒരു വടിയില്ലേ, ഞാൻ ആ വടി. മൂപ്പര് ജീവിതത്തിൽ ഈ ഒച്ച മാത്രമേ കേട്ടിട്ടുള്ളൂ.
അയാളെ വിചാരം ഇതൊരു വടി കൊണ്ട് ഇങ്ങനെ കൊട്ടലാണ്, നമുക്ക് ആ വടി തെരഞ്ഞെടുക്കാണ്. ഇതാണ് നമ്മളെ അവസ്ഥ. സ്ത്രീകളെ കുറിച്ചൊരു ധാരണയില്ല, അവരെന്താ ചെയ്യണെന്നുള്ള കുറിച്ചൊരു വിവരമില്ല. ഒരു പെണ്ണ് ഒരു ദിവസം വീട്ടിൽ ചെയ്യുന്ന ജോലികൾ ഒരു പുരുഷൻ ചെയ്തു തീർക്കാൻ 3 ദിവസം വേണ്ടി വരും. ഒരു പെണ്ണ് ഒരു ദിവസം വീട്ടിൽ ചെയ്യുന്ന ജോലി ഒരു പുരുഷന് ചെയ്തു തീർക്കാൻ ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും എടുക്കും എന്നതാണ്. അതിനത്രയും ജോലി ഒരു സ്ത്രീ ഒരു ദിവസം വീട്ടിൽ ചെയ്യുന്നുണ്ട്. പകരം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു നല്ല വർത്താനം മാത്രം പറഞ്ഞാൽ മതി. 3 സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവൻ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയാവുമെന്നാണ്. 3 സമയം ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവൻ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയമാണ്. 1, രാവിലെ എഴുന്നേറ്റ ഉടനെ 1.5 മണിക്കൂർ സമയം. രാവിലെ എപ്പോഴാണോ നിശ്ചയിച്ചാൽ അവിടുന്ന് അങ്ങോട്ടുള്ള 1.5 മണിക്കൂർ സ്വന്തം കാര്യത്തിന് മാത്രം ഉപയോഗിക്കുക. സ്വന്തം കാര്യം എന്ന് പറഞ്ഞാല് നിസ്കരിക്കുക, ഖുർആൻ ഓതുക, തിരുമ്പുക, കുളിക്കുക, അയൺ ചെയ്യുക, ബാത്റൂം പോവുക, ബ്രഷ് ചെയ്യുക, കൊളസ്ട്രോൾ ഉള്ളവര് നടക്കുക. 1.5 മണിക്കൂർ അതിനുള്ളത് സ്വന്തം കാര്യം. രാവിലെ എഴുന്നേറ്റ ഉടനെ 1.5 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്ക് ചെന്ന ഉടനെയുള്ള 1 മണിക്കൂർ പുതുമയുള്ളതും പ്രയാസകരവുമായ ഒരു ജോലി എല്ലാ ദിവസവും നിർവഹിക്കണം. ഇന്നലെ ചെയ്തല്ലാത്ത വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം, പുതുമയുള്ളത് വളരെ പ്രയാസമുള്ളതുമായ ഒരു ജോലിക്ക് ഹാജരായാൽ ആദ്യത്തെ 1 മണിക്കൂർ കൊണ്ട് നിർവഹിക്കണം. ഇതാണ് 2ാമത്തെ സമയം. 3ാമത്തെ സമയം വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെയുള്ള 1/2 മണിക്കൂർ ഭാര്യക്കും മക്കൾക്കും വേണ്ടി നീക്കിവെക്കാൻ കഴിഞ്ഞാൽ ജീവിതം വലിയ വിജയായി. മനസ്സിലാവുണ്ടോന്നാവങ്ങൾക്ക്? 3 സമയം മുതലാക്കാൻ ആകെ 3 മണിക്കൂർ സമയം. 24 മണിക്കൂറിൽ 3 മണിക്കൂർ സമയം ആകെ മുതലാക്കണ്ടുള്ളൂ. രാവിലത്തെ 1.5 മണിക്കൂർ സ്വന്തം കാര്യത്തിന് വേണ്ടി. ഓഫീസിൽ ജോലിക്ക് ഹാജരായതിനു ശേഷമുള്ള 1 മണിക്കൂർ സമയം വളരെ പ്രയാസകരമായ എന്തെങ്കിലും ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെയുള്ള 1/2 മണിക്കൂർ സമയം ഭാര്യക്കും മക്കൾക്കും നീക്കിവെക്കുക. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ചങ്ങായിമാരെ, മനുഷ്യന്മാരെ, പെണ്ണുങ്ങളെ, ആണുങ്ങളെ, ഒന്നുങ്ങൾ ശ്രദ്ധിക്കുങ്ങളെ. പോയല്ലോ പഠിച്ചോനെ. ഒരു യാനബി എല്ലാരും ചൊല്ലിക്കാണി. യാനബി സലാം. ഞാനായില്ലാണ്. യാനബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും, അശ്റഖൽ ബദ്റു അലൈനാ വഖ്തഫത് മിൻഹുൽ ബുദൂറു مثل حسنك ما رأينا قط يا وجه سروري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. മുഅ്മിനീങ്ങളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്ത്രീകളെ, പുരുഷന്മാരെ, ചങ്ങായിമാരെ, ചങ്ങായിച്ചികളെ, ഒന്നും കിട്ടുന്ന നോക്കിയെല്ലാരും.
3 സമയം ഉപയോഗപ്പെടുത്തിയാൽ മനുഷ്യൻ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമുള്ള മനുഷ്യരാവും. രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള 1.5 മണിക്കൂർ സ്വന്തം കാര്യങ്ങൾക്ക്, ജോലിക്ക് ഹാജരായ ഉടനെയുള്ള 1 മണിക്കൂർ സമയം പ്രയാസകരമായതും പുതുമയുള്ളതുമായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. വൈകുന്നേരം വീട്ടിൽ മടങ്ങിയെത്തിയ ഉടനെയുള്ള 1/2 മണിക്കൂർ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും വർത്താനം പറയാൻ വേണ്ടി മാറ്റിവെക്കുക. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഷാർജയിൽ നിന്നാണെന്ന് തോന്നുന്നുണ്ട്, ഒരു ഹോട്ടലിന്റെ ഒരു ഹാളില് ഇങ്ങനെ കുറെ അവിടെയുള്ള ഫാമിലികളുടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പൊ അതിലിങ്ങനെ പ്രസംഗിക്കുമ്പോ കുടുംബജീവിതത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മറന്റെ അപ്പുറത്തുനിന്ന് ഒരു പെണ്ണ് വിളിച്ചു ചോദിച്ചു, ഉസ്താദേ, ഈ ആണുങ്ങളെ മൊബൈൽ മക്കളിൽ നിർത്താൻ നിങ്ങളടുത്ത് എന്തേലും വല്ല വഴിയുണ്ടോന്ന് ചോദിച്ചു ഒരു പെണ്ണ്. അപ്പൊ ഞാൻ മോമിനിങ്ങളെ അങ്ങോട്ട് പറയാനുള്ള ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാല്, വീട്ടിലെത്തിയ ഉടനെ 1/2 മണിക്കൂർ സമയങ്ങൾ ആരും മൊബൈലുമ കളിക്കാതിരുന്നാൽ തന്നെ കുടുംബജീവിതം റാഹത്താവും. അതിങ്ങനെ മോട്ടോർ സൈക്കിളും ഇങ്ങനെയാണ് പോകുമ്പോ പെരന്റെ അവിടേക്ക് എത്തുന്നതിന്റെ മുന്നുള്ള ആ പീടിയ കഴിഞ്ഞിട്ടുള്ള വളവിലുള്ള മൂച്ചിന്റെ ചോട്ടൊരു നിരന്ന സ്ഥലല്ലേ, അവിടെ വണ്ടി നിർത്തുക. അവിടെ വണ്ടി നിർത്തിട്ട് മൊബൈലും ഇങ്ങനെ കളിക്കന്നെ, പറയാനുള്ളവരോടൊക്കെ പറഞ്ഞ് കേൾക്കാനുള്ളതൊക്കെ കേട്ട് അവസാനിച്ചതിന്റെ ശേഷം മൊബൈലാണ്ട് ഓഫാക്കിയിട്ട് പെരേക്ക് ചെല്ലാം. 1/2 മണിക്കൂർ മാത്രമേ വേണ്ടുള്ളൂ. പക്ഷെ അത് ഫുള്ള് കളി കഴിഞ്ഞിട്ട് പിന്നെ 1/2 മണിക്കൂർ കൊണ്ട് കാര്യമില്ല. ചെന്ന ഉടനെയുള്ള 1/2 മണിക്കൂർ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും വർത്താനം പറയാൻ വേണ്ടി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ജീവിതം റാഹത്തായി. തോനെ കാര്യമൊന്നും ചെയ്യണ്ട. ഈ പറയണ കാര്യങ്ങൾ ചെയ്താൽ ജീവിതം ഭയങ്കര റാഹത്തായിരിക്കും. വീട്ടിലെത്തിയ ഉടനെ മൊബൈലുമ്മ ഭർത്താവ് കളിക്കണത് ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടോന്ന് നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് അവനാന്റെ പെണ്ണുങ്ങളോട് ചോദിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഓല് പറയുന്നുണ്ട്. ഒരു പെണ്ണിനോട് ഇതെന്താ വെച്ചാല് പെരേക്കൊണ്ട് എത്തിയ ഉടനെ മൊബൈൽ എടുത്താണ് മൂപ്പര് കസാലയാണ് ഇരുന്നു തുണികുപ്പായും മാറ്റിയിട്ടുങ്ങാണ്ട് ഓളെന്തൊക്കെ പറയണെന്ന് കരുതിയിരുന്നു. അതൊക്കെ ഉണ്ട് ഐസായി. കാരണം ഇയാൾക്ക് ഒഴിവില്ല, ഇയാൾ മൊബൈലായിട്ട് ഇരിക്കല്ലേ. അല്ലെങ്കിൽ സുപ്രഭാതം പേപ്പർ എടുത്തുകൊണ്ടിരിക്കുക. ഈ സുപ്രഭാതം പേപ്പറ് വീട്ടിലേക്ക് എത്തിയ ഉടനെ വായിക്കാനുള്ളതല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ആക്കത്തിന് മുഴുവൻ വായിച്ചു തീർക്കാനുള്ളതാണ്. പെരേക്ക് മടങ്ങി ചെന്ന ഉടനെയുള്ള 1/2 മണിക്കൂർ ഒരു കാരണവശാലും മൊബൈൽ എടുക്കൂല നിങ്ങളിപ്പൊ തീരുമാനിക്കുകയാണെങ്കിൽ നാളെ മുതൽ ജീവിതം മാറും. 2 കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോ ഒന്നാമത്തെ കാര്യം, എനിക്ക് എന്നോട് ഇഷ്ടാണ് എന്ന് പെണ്ണുങ്ങളോട് പറയണം. പറയാൻ മടിയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാളി. ആ സാലിം വൈസി മൂലിയർ ഇന്ന് വയത് പറഞ്ഞപ്പോഴാണ് പെണ്ണെ എന്നോട് ഇത് പറയേണ്ട കാര്യമാണ് എന്ന് എനിക്ക് മനസ്സിലായത്. സംഗതി എനിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടാണ്, അത് പറയണമെന്നൊന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല, അതുകൊണ്ട് പറയാതിരുന്നതായിരുന്നു. അങ്ങനെങ്കിലും നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ? തയ്യാറുണ്ടെങ്കിൽ കുടുംബജീവിതത്തിന് മാറ്റം ഉണ്ടാവും. ബാക്കിയുള്ള ഇജ്ജോൺ മനസ്സിലാക്കിക്കളല്ല. അപ്പൊ എന്താ കാട്ടണം? അത് പറഞ്ഞാൽ മാത്രം മനസ്സിലാകുന്ന കാര്യമാണ്. സ്നേഹം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഈ പെൺകുട്ടികൾ ഇങ്ങനെ പല ആൾക്കാരൊപ്പം പോണില്ലേ, ഓലൊന്നും സ്വർണവള വാങ്ങിക്കൊടുത്തിട്ടൊന്നല്ല, ഓല് കാലുമൊക്കെ പാസറൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. ഓല ആകെ ഒരു വർത്താനേ പറയണുള്ളൂ, എനിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടാണ് എന്ന്. അത് പുതിയാപ്പിളാര് പറയാൻ തയ്യാറുണ്ടെങ്കിൽ ഓന്റെ ഒപ്പം പോരും, ഇല്ലെങ്കിൽ തയ്യാറുള്ളവന്റെ ഒപ്പം പോകും. ഈ ഒരു വർത്താനം ക്ലിയർ ആക്ക. ഇതിനാണ് മവദ്ദത്ത് എന്ന് പറയാം. ഇതിനാണ് മവദ്ദത്ത്, സ്നേഹം. സംസാരത്തിലൂടെ മനസ്സിലാകുന്ന സ്നേഹത്തിനാണ് മവദ്ദത്ത് എന്ന് പറയുന്നത്. പെണ്ണെട്ടിയായി അടങ്ങാറായി എന്ന് പറയാൻ എന്താ കാരണം? അള്ളാഹും റസൂലും പറഞ്ഞ കാര്യം ചെയ്യണില്ല എന്നുള്ള തന്നെ കാരണം.
ഒന്ന് ചുണ്ട് ചെവിയോട് ചേർത്ത് വെച്ചിട്ട് മോളെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയാൻ ഒരു ഭർത്താവ് തയ്യാറുണ്ടെങ്കിൽ ആ പെണ്ണ് ആരൊപ്പം പോവില്ല. ഇനി രണ്ടാമത്തെ കാര്യം, പെണ്ണുങ്ങൾ എന്താണ് ആണുങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് പറയുന്നുണ്ടെന്ന് തോന്നുന്ന ചിലവര്. അത് വേണ്ട, പെരയിലെത്തിയിട്ട് പറഞ്ഞാൽ മതി കേട്ടാ. രണ്ടാമത്തെ കാര്യം, പെണ്ണുങ്ങൾ എന്താണ്. അപ്പൊ ഞാൻ തമാശ കൂടെ നിങ്ങളത് പറയാതിരിക്കരുത് കേട്ടോ. തമാശ കൂടെ അതൊന്നും പോവുകയും ചെയ്യരുത്. ഈ ക്ലാസും ഇതിന്റെ സ്റ്റേജും ഈ സംവിധാനവും ഈ മൈക്കും ഈ ലൈവും ഒക്കെ മുതലാണെങ്കിൽ അവനാന്റെ പെണ്ണുങ്ങളോട് എനിക്ക് അന്നെ ഇഷ്ടാണ് എന്ന് നിങ്ങൾ പറയണം, എന്നാലും ഇത് മുതലാവുള്ളൂ. അല്ലെങ്കിൽ ഈ പൈസ കംപ്ലീറ്റ് പോയി. ആ വാക്കിന് പകരം വേറൊരു വാക്കില്ല. എന്നാ മൊബൈലിലാണ് മെസ്സേജ് അയക്കാൻ തീരുമാനിക്കണ്ട, തൊള്ളോണ്ട് പറയണം. അല്ലാഹു തആല തൊള്ള തന്നത് അത് പറയാൻ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തൊള്ളോണ്ട് പറയാൻ തന്നെ വേണം. അതിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. രണ്ടാമത്തെ കാര്യം, പെണ്ണുങ്ങളുടെ അടുത്തുനിന്ന് സ്ത്രീകളുടെ അടുത്തുനിന്ന് പുരുഷന്മാർ അനുഭവിക്കേണ്ട റഹ്മത്തിനെ കുറിച്ചാണ്. കുടുംബജീവിതത്തിൽ ആകെ രണ്ട് കാര്യം കൊണ്ടുള്ളൂ. ഒന്ന്, പുരുഷനിൽ നിന്ന് സ്ത്രീക്ക് കിട്ടുന്ന മവദ്ദത്ത്, അതാണ് എനിക്ക് അന്നെ ഇഷ്ടാണ് എന്നുള്ള വർത്താനം. ഇന്ന് പറയാം, 6 മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി പറയാം. 6 മാസം കഴിയുമ്പോ ഓരോ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നാല് നിങ്ങൾ വേറെ ഒരു മാക്സിമം ഒരു ചുരിദാറും ഒന്നും വാങ്ങിക്കൊടുക്കണ്ട. ഈ ഒരു വർത്താനം തന്നെ മതിയാവും. അത് തിരിഞ്ഞ് അതങ്ങനെ ഇടക്കിടക്ക് പറയാ, പിന്നൊന്നാണ് കൊണ്ടേ കൊടുക്കാതിരിക്ക, അങ്ങനോട്ട് ചെയ്യും ചെയ്യരുത്. എന്തുണ്ടായിട്ടും കാര്യമില്ല, ഈ വർത്താനം വേണം. രണ്ടാമത്തെ കാര്യം, റഹ്മത്ത്. റഹ്മത്ത് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം വാത്സല്യം എന്നാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞതിന്റെ വാത്സല്യം എന്നാണ് അർത്ഥം. ഈ വാത്സല്യം എന്ന് പറഞ്ഞാല് ശരിക്ക് അത് ട്രീറ്റ്മെന്റിലൂടെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് റഹ്മത്ത് എന്ന് പറഞ്ഞത്. വാത്സല്യം ഒരാളെ മറ്റൊരാളെ ട്രീറ്റ് ചെയ്യുന്നതിലൂടെയാണ് മനസ്സിലാവുക. ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ നഴ്സിങ്ങിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം റഹ്മത്താണ്. റഹ്മത്തുള്ള ആൾക്ക് നഴ്സാകാൻ കഴിയുള്ളൂ, അല്ലാത്ത ഒരാൾക്ക് നഴ്സാകാൻ കഴിയില്ല. വാത്സല്യമുള്ളവർക്കേ നഴ്സാവാൻ കഴിയുള്ളൂ. ഇപ്പൊ നമുക്ക് മെയിൽ നേഴ്സ് വളരെ കുറവാണല്ലോ, ആണുങ്ങൾ നേഴ്സന്മാര് വളരെ കുറവാണ്. എന്താ കാര്യം? ആണുങ്ങൾക്ക് റഹ്മത്ത് എന്നുള്ള ഗുണം വളരെ കുറവാണ്. അതുകൊണ്ടാണ് മെയിൽ നേഴ്സ് വളരെ കുറവുള്ളതിന് കാരണം. പിന്നെ വേറെ ഒന്ന് പറയാനുള്ള എന്താ വെച്ചാൽ, ക്വാളിറ്റി ഉള്ള നേഴ്സന്മാര് നമ്മളെ കൂട്ടത്തിൽ തീരെ ഇല്ല കേട്ടോ. അതും വേണം കൂട്ടത്തിൽ പറയാം. ഇപ്പൊ നമ്മള് ചിത്രയിലൊക്കെ ചെന്നാല് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്നാണ് ചിത്ര എന്ന് പറയുന്നത്. ചിത്രയിൽ ചെന്നാല് അവിടെ സർജറി വരെ ചെയ്യുന്നത് നഴ്സന്മാരാണ്. ഡോക്ടർ അവസാനം പേപ്പറിലൊന്നും ഒപ്പിടുകയേ ചെയ്യുള്ളൂ. കഴിവുള്ള നഴ്സുമാര് നമ്മളെ കൂട്ടത്തിലില്ല. ഉള്ളത് ഒന്നിനും പറ്റാതെ സൂചിക്കാൻ മാത്രം പറ്റുന്ന സൈസാണ്. അതുകൊണ്ട് കഴിവുള്ള നഴ്സുമാര് വേണം. സ്ത്രീകളുടെ ജോലി എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ആണ്. ശരിക്ക് റഹ്മത്ത് എന്ന് പറയുന്നത് നഴ്സിംഗ് ഗുണാണ്, ട്രീറ്റ്മെന്റിലാണ് മനസ്സിലാവുക. നമ്മൾ ചില കൗൺസിലിങ്ങിന്റെ എക്സ്പീരിയൻസ് ഒക്കെ പരിശോധിക്കുമ്പോ ചിലപ്പോ ഞാൻ ആണുങ്ങളോട് ചോദിക്കലുണ്ട്, പുതിയാപ്പിളിയും പുതിയണ്ണൊക്കെ വരുമ്പോ ആണുങ്ങളോട് ചോദിക്കും, 25 കൊല്ലത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിനിടയില് നിങ്ങൾക്ക് അബ്ദുറഹ്മാന് മൈമൂനാന്റെ അടുത്തുനിന്ന് ഏറ്റവും ഇഷ്ടണ്ടായ കാര്യം എന്താന്ന് പറയും. അല്ലെങ്കിൽ മൈമൂനാക്ക് അബ്ദുറഹ്മാന്റെ അടുത്തുനിന്ന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താന്ന് പറയുമ്പോ പെണ്ണുങ്ങൾ ആലോചിച്ച് പറയണ കാര്യം, മൂപ്പര് നാള് ആദ്യത്തെ ഞങ്ങളെ കുട്ടി ഉണ്ടായപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നാ പറയാ. പറഞ്ഞ കാര്യമാണ് പെണ്ണുങ്ങളുടെ കൽബിലുണ്ടായിരിക്കുക. ആണുങ്ങളുടെ വർത്താനാണ് പെണ്ണുങ്ങളെ കൽബിലുണ്ടാകുന്ന സാധനം എന്നർത്ഥം. ആണുങ്ങളോട് തിരിച്ചു ചോദിച്ചാല്, ഞാൻ നാളെ പനിച്ചിട്ട് അങ്ങാടിയിൽ നിന്ന് ചെന്നപ്പോ ഓൾ എനിക്കൊരു ഗ്ലാസ്
നല്ല ചൂടുള്ള ഇഞ്ചക്കെട്ട ചുക്ക് കാപ്പി ഉണ്ടാക്കി തന്നു എന്നാ പറയാ. ട്രീറ്റ്മെന്റ് ആണ് പുരുഷന്മാർ ഓർക്കുക. അല്ലെങ്കിൽ എന്റെ കാലിന്റെ മുട്ട് കേടന്നിട്ട് ഇരിക്കുമ്പോ ഓള് തൈലം തേച്ച് ഇങ്ങനെ ഉയിഞ്ഞു തന്നതിന്റെ മനസ്സിന്ന് പോണില്ല എന്നാ പറയാ. സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്ന് നോട്ട് ചെയ്യുന്നത് സംസാരമാണ്. പുരുഷന്മാർ സ്ത്രീകളിൽ നിന്ന് നോട്ട് ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് ആണ്. ട്രീറ്റ്മെന്റിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഭക്ഷണം. ട്രീറ്റ്മെന്റിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഭക്ഷണമാണ്. അപ്പൊ നമുക്കത് ഇങ്ങനെ ചുരുക്കി കൊണ്ടുവരാൻ പറ്റും. ആണുങ്ങളെ വർത്താനും പെണ്ണുങ്ങളെ ഭക്ഷണവും ക്ലിയർ ആയാൽ കുടുംബജീവിതം റാഹത്തായി. ആണുങ്ങളെ വർത്താനവും ക്ലിയറായി, പെണ്ണുങ്ങളുടെ ഭക്ഷണവും ക്ലിയർ ആയാൽ കുടുംബജീവിതം റാഹത്തായി.